ഹായ് ഫ്രണ്ട്സ്, PC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലെയുള്ള 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു 50-day ടൈം ടേബിളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് 17ാമത്തെ ദിവസമാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 16 ദിവസത്തെ ടൈം ടേബിളിനനുസരിച്ചുള്ള വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക്. അപ്പോൾ ഇനിയും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ കണ്ടു തീർക്കുക. ഇതിൻ്റെയൊക്കെ PDF നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മൾ എക്സാമിന് മുന്നേ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യും. CA നമ്മൾ ഡെയിലി ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ലെങ്കിലും ടെലഗ്രാമിൽ പോൾസ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിൻ്റെ CS എല്ലാം തന്നെ ഇടുന്നുണ്ട്. ഇനി എക്സാമിന് മുന്നേ ആയിട്ട് കറണ്ട് അഫെയറിൽ നിന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഇടാനും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് സമയവും ദൂരവും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഓൾറെഡി ഇന്നലെ സമയവും ദൂരവും എന്നുള്ള ടോപ്പിക്കിലുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2024 ചെയ്തിട്ടുള്ള 2024 കംപ്ലീറ്റ് ചോദ്യങ്ങളും നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ SCRT ആണ്. SCRTയിലുള്ള ക്വസ്റ്റ്യൻസ് 7ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. SCRTയിൽ സമയവും ദൂരവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ തന്നെ എക്സാമിന് ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കാർഡ് കയറി ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ബേസിക് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോ ടൈപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ സുധീർ സഞ്ചരിച്ച തീവണ്ടി 3 മണിക്കൂർ കൊണ്ട് 240 കിലോമീറ്റർ ഓടിയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. രമേശ് യാത്ര ചെയ്ത തീവണ്ടി 120 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് 2 മണിക്കൂർ എടുത്തു. ശരാശരി വേഗം ഏത് തീവണ്ടിക്കാണ് കൂടുതൽ, എത്ര കൂടുതലുണ്ട്? അപ്പോൾ വേഗതയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തറിയണം? ഇതിൻ്റെ ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇക്വേഷൻ പഠിക്കാൻ എന്താ, ഇവിടെ D എഴുതുക, ഇവിടെ S എഴുതുക, ഇവിടെ T എഴുതുക. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് എന്ന് പറയുന്നത് ഇതേ ബൈ ഇത്, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇനി നമുക്ക് ടൈം കാണണമെങ്കിൽ ഇതിനെ മറച്ചു വയ്ക്കുക. അപ്പോൾ D/S എന്നും വരും. ഇവിടെ നമുക്ക് വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോരുത്തരുടെ സ്പീഡും കണ്ടുപിടിക്കണം. സുധീറിൻ്റെ സ്പീഡും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ രമേശിൻ്റെ സ്പീഡും കണ്ടുപിടിക്കണം. ആർക്കാണ് കൂടുതൽ സ്പീഡുള്ളത്, ആരുടെ തീവണ്ടിക്കാണ് കൂടുതൽ സ്പീഡുള്ളതെന്നാണ് ചോദിക്കണേ. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ സുധീർ സഞ്ചരിച്ച തീവണ്ടി 3 മണിക്കൂർ കൊണ്ട് 240 കിലോമീറ്റർ. അതായത് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 240 കിലോമീറ്ററും പിന്നെ ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറുമാണ്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സ്പീഡ് എന്ന് പറയുന്നത് 240/3 എത്ര വരും? 80 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. 80 കിലോമീറ്റർ പെർ അവർ. അതായത് സ്പീഡ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ കിലോമീറ്റർ പെർ അവറിൽ, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ കിലോമീറ്റർ പെർ അവറിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി രമേശിൻ്റെ ആണെങ്കിലോ, രമേശ് യാത്ര ചെയ്ത തീവണ്ടി 120 കിലോമീറ്റർ 2 മണിക്കൂർ എടുത്തു. അതായത് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 കിലോമീറ്ററും ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറുമാണ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. 120/2, അതായത് 60 കിലോമീറ്റർ പെർ അവർ. 60 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ രമേശ് സഞ്ചരിച്ച തീവണ്ടിയുടെ സ്പീഡ് ഇത്രയും, സുധീർ സഞ്ചരിച്ച തീവണ്ടിയുടെ സ്പീഡ് ഇത്രയാണ്. അപ്പോൾ ഏത് തീവണ്ടിക്കാണ് സ്പീഡ് കൂടുതൽ? സുധീർ സഞ്ചരിച്ച തീവണ്ടിക്കാണ് സ്പീഡ് കൂടുതൽ. കാരണം 80 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ സുധീർ സഞ്ചരിച്ച തീവണ്ടിക്കാണ് സ്പീഡ് കൂടുതലുള്ളത്. എത്ര കൂടുതലുണ്ട്? എത്രയാണ് കൂടുതൽ? 80 - 60, അതായത് 20 കിലോമീറ്റർ പെർ അവർ ആണ് കൂടുതൽ. അല്ലേ, ഇയാളുടെ 80ഉം ഇയാളുടെ 60ഉം ആണ്. അപ്പോൾ എത്രയാണ് ആ ഡിഫറൻസ്? 20 കിലോമീറ്റർ പെർ അവർ ആണ് അവർ സഞ്ചരിച്ച തീവണ്ടികളുടെ സ്പീഡിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് കണ്ടോ, 2024 ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലിട്ട വീഡിയോ ഇതേ സെയിം ക്വസ്റ്റ്യനാണ്. ഇതേ വാല്യൂസ് ഇതേപോലെ എടുത്തിട്ടാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടെക്സ്റ്റിലത്തെ ഈ ഒരു ക്വസ്റ്റ്യനാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇത് നമ്മൾ ആ വീഡിയോയിൽ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ഈ ടെക്സ്റ്റിലത്തെ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് മാത്സ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എന്താ? 52 കിലോമീറ്റർ പെർ അവർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? ദൂരമാണ് കാണാൻ പറ്റില്ല, ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഇൻറ്റു ടൈമാണ് ഡിസ്റ്റൻസ്. ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ടല്ലോ, സ്പീഡാണ് 52 കിലോമീറ്റർ പെർ അവർ എന്ന് തന്നിട്ടുള്ളത്.
ടൈമാണ് 6 മണിക്കൂർ എന്ന് തന്നിട്ടുള്ളത്. 6 മണിക്കൂർ എന്ന് തന്നിട്ടുള്ളത് നമ്മുടെ ടൈമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, 52 × 6 ചെയ്യുക. 52 × 6, 6 2 12, ബാക്കി 1, 6 5 30, 31, 312 കിലോമീറ്റർ. 312 കിലോമീറ്റർ എന്നാണ് ആൻസർ വരിക. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു LGS ലെവലിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 312 കിലോമീറ്റർ. ഇനി ശ്യാമയ്ക്ക് 2 മണിക്കാണ് പരീക്ഷ ആരംഭിക്കുന്നത്. 50 കിലോമീറ്റർ ദൂരം ബസ്സിലും 175 കിലോമീറ്റർ തീവണ്ടിയിലും യാത്ര ചെയ്താണ് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തേണ്ടത്. ഇനി ബസ്സിൻ്റെ ശരാശരി വേഗത 20 km/h തീവണ്ടിയുടെ ശരാശരി വേഗത 50 km/h ആണ്. 1 മണിക്കൂർ മുമ്പ് തന്നെ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിച്ചേരണമെങ്കിൽ ശ്യാമ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടണം? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യം ഒന്നും മനസ്സിലായില്ല. നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം എഴുതാം. ഓക്കെ, അപ്പോൾ ശ്യാമ പരീക്ഷ എഴുതാനായിട്ട് പോവാണ്. 2 മണിക്കാണ് പരീക്ഷ. ഓക്കെ, അപ്പോൾ ശ്യാമയുടെ പരീക്ഷ എന്ന് പറയുന്നത് 2 മണിക്കാണ്. ഓക്കെ, 2 മണിക്കാണ് പരീക്ഷയുള്ളത്. 50 കിലോമീറ്റർ ദൂരം ബസ്സിലും 175 കിലോമീറ്റർ ദൂരം തീവണ്ടിയിലും. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് പോകുന്നത്. ബസ്സിലും പോകുന്നുണ്ട്, അതേപോലെ തന്നെ തീവണ്ടിയിലും പോകുന്നുണ്ട്. ഓക്കെ, ബസ്സിൽ പോകുന്നത് എന്താ, 50 കിലോമീറ്റർ ദൂരമാണ്. 50 കിലോമീറ്റർ ദൂരം ബസ്സിലും 175 കിലോമീറ്റർ ദൂരം തീവണ്ടിയിലും പോകുന്നു. ഇനി ബസ്സിൻ്റെ വേഗത തന്നിട്ടുണ്ട്. ബസ്സിൻ്റെ വേഗത എത്രയാണ്, 20 km/h ആണെന്നും തീവണ്ടിയുടെ വേഗത എത്രയാണ് തന്നിട്ടുള്ളത്, 50 km/h ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അറിയണം വീട്ടിൽ നിന്ന് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്ര സമയമെടുക്കും, ടോട്ടൽ എത്ര സമയമെടുക്കും. അതിനനുസരിച്ച് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് എത്ര മണിക്ക് പുറപ്പെടണം എന്നറിയണമെങ്കിൽ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്താനായിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളത് ആദ്യം അറിയണം. അപ്പോൾ അത് നമുക്കിവിടെ കാണാമല്ലോ. ബസ്സിൽ ദൂരവും തന്നിട്ടുണ്ട്, സ്പീഡും തന്നിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ സഞ്ചരിച്ച സമയം നമുക്കറിയാം. എങ്ങനെയാണ് കാണുക, ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അതായത് 50/20. 50/20 എന്ന് പറഞ്ഞാൽ 5/2 മണിക്കൂർ. അതുപോലെ അവിടെ കിടക്കട്ടെ, 5/2 മണിക്കൂർ. തീവണ്ടിയിലാണെങ്കിലോ T = D/S എന്ന് പറയുന്നത് എത്രയാണ്, 175/50 ആണ്. 175/50 എന്ന് പറയുമ്പോൾ 5 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ 10 എന്ന് വരും. ഇവിടെയാണെങ്കിൽ 35 എന്ന് വരും. 35 എന്ന് വരും. ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് വരും. ഇവിടെ 7 എന്ന് വരും. അതായത് 7/2 അവർ. 7/2 അവർ എന്നാണ് കിട്ടുക. അപ്പോൾ ടോട്ടൽ ടൈം എത്രയാണ്, ബസ്സിൽ സഞ്ചരിച്ചതും തീവണ്ടിയിൽ സഞ്ചരിച്ചതുമായിട്ടുള്ള ടോട്ടൽ ടൈം, ടോട്ടൽ സമയം അറിയണമെങ്കിൽ ബസ്സിലെ സമയം ഇതുണ്ട്. ഈ T1 ഇത് T2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ T2 കൂടെ ആഡ് ചെയ്യണം. T1 T2 കൂടെ ആഡ് ചെയ്താൽ 5/2 + 7/2 എന്ന് വരും. 5/2 + 7/2 എന്ന് പറഞ്ഞാൽ 12/2. 5/2 + 7/2 12/2 എത്രയാ, 6 മണിക്കൂർ. 6 മണിക്കൂറാണ് വീട്ടിൽ നിന്ന് പരീക്ഷാ കേന്ദ്രത്തിലേക്കുള്ളത്. അപ്പോൾ 6 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പോൾ 6 മണിക്കൂർ ട്രാവൽ ഉണ്ട്. 1 മണിക്കൂർ മുമ്പ് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തണം. 2 മണിക്കാണ് പരീക്ഷ. 1 മണിക്കൂർ മുമ്പ് എത്തണമെങ്കിൽ 1 മണിക്ക് എത്തണം. ഓക്കെ, പരീക്ഷാ കേന്ദ്രത്തിൽ 1 PM എത്തണം. അപ്പോൾ 1 PM എത്തണമെങ്കിൽ എപ്പോൾ പുറപ്പെടണം, 6 മണിക്കൂർ അവിടെയുണ്ട്. അപ്പോൾ 1 PM നിന്ന് ഈ 6 മണിക്കൂർ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 7 മണി. 7 മണിക്ക് ഇറങ്ങണം. 7 മണിക്ക് ഇറങ്ങിയാലാണ് 8, 9, 10, 11, 12, 1 കണ്ട 1 മണിക്ക് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തുക. അപ്പോൾ ഇങ്ങനത്തെ ചോദിക്കുമ്പോൾ എത്ര സമയം എടുക്കും, നമുക്ക് അവിടെ എത്താനായിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളത് കാണുക. അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പോൾ ശ്യാമ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് 1 മണിക്കൂർ മുമ്പ് പരീക്ഷാ കേന്ദ്രത്തിൽ എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി രാവിലെ 6 മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട ഒരു ബസ് ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരത്തെത്തി. ഇനി ബസ്സിൻ്റെ ശരാശരി വേഗം 40 km/h ആണ്. ബസ് അതേ സമയത്ത് തന്നെ പുറപ്പെട്ട് 1 മണിക്കൂർ നേരത്തെ എത്തണമെങ്കിൽ ശരാശരി വേഗത എത്ര കൂട്ടണം? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് ആദ്യം എടുത്ത് എഴുതുക. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 6 മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടിട്ട് 12 മണിക്ക് തിരുവനന്തപുരത്ത് എത്തി. ഓക്കെ, 6 മണിക്ക് പുറപ്പെട്ടു, 12 മണിക്ക് എത്തി. അപ്പോൾ 6ൽ നിന്ന് 12ലേക്ക്, അതായത് 6 മണിക്കൂറാണ് യാത്ര ചെയ്തത്. ഓക്കെ, 6 മണിക്കൂർ യാത്ര ചെയ്തു. ആ ബസ്സിൻ്റെ ശരാശരി വേഗത എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 40 km/h ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് അവിടെ കാണാം. സ്പീഡും കിട്ടി,
ടൈമും കിട്ടി. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 40 × 6 240 കിലോമീറ്റർ. അതായത് 240 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കണം. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ 240 കിലോമീറ്റർ ഉണ്ട്. ഇനി നമ്മളോട് എന്താ പറഞ്ഞേ? അതേ സമയത്ത് തന്നെ പുറപ്പെട്ടു. അതായത് 6 മണിക്ക് തന്നെ പുറപ്പെട്ടിട്ട് 1 മണിക്കൂർ നേരത്തെ എത്തണം. 6 മണിക്ക് പുറപ്പെട്ടിട്ട് സാധാരണ 12 മണിക്കാണ് എത്തുന്നത്. അത് 1 മണിക്കൂർ നേരത്തെ എത്തണം എന്ന് പറഞ്ഞാൽ 11 മണിക്ക് നമ്മൾ എത്തണം. ഓക്കെ, 6 മണിക്കൂർ പുറപ്പെട്ട് 12 മണിക്ക് എത്തി. പക്ഷെ ഇവിടെ ഇപ്പം നമ്മളോട് പറയുന്നത് 1 മണിക്കൂർ നേരത്തെ നമ്മൾ എത്തണമെങ്കിൽ, അതായത് 6 മണിക്ക് പുറപ്പെട്ട് 11 മണിക്ക് അപ്പം എത്തണം. അപ്പോൾ 1 മണിക്കൂർ നേരത്തെയാണ്. അപ്പോൾ അവിടെ എത്ര സമയം എടുക്കും? അപ്പോൾ അവിടുത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6:11 ആവാൻ 5 മണിക്കൂർ. 5 മണിക്കൂർ കൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് എത്തണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേഗത എത്ര കൂട്ടണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ വേഗതയിൽ പോയാൽ നമ്മൾ 6 മണിക്കൂർ കൊണ്ടേ തിരുവനന്തപുരത്ത് എത്തുള്ളൂ. ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? 5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തണം. 5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തണമെങ്കിൽ വേഗത നമ്മൾ കൂട്ടണം. അത് എത്രയാണ് കൂട്ടേണ്ടത്? വേഗത കാണാൻ എന്താ നമ്മൾ ചെയ്യുക? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് സെയിം അല്ലേ? എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഡിസ്റ്റൻസ് 240 തന്നെയാണ്. 240 തന്നെയാണ്, ഡിസ്റ്റൻസ് മാറുന്നില്ലല്ലോ. പക്ഷെ നമ്മുടെ ടൈമാണ് മാറുന്നത്. 5 മണിക്കൂർ കൊണ്ട് എത്തണം. 240/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 48. അതായത് 48 km/h നമ്മൾ പോയാലേ നമുക്ക് 5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുള്ളൂ. 40 km/h പോകുന്നതെങ്കിൽ 6 മണിക്കൂർ കൊണ്ടാണ് എത്തുക. 48 km/h പോയാൽ 5 മണിക്കൂർ കൊണ്ട് എത്തും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരാശരി വേഗത എത്രയാണെന്നല്ല, എത്ര കൂട്ടണം എന്നാണ്. ഇതിൽ നിന്ന് എത്ര കൂട്ടണം? 8 കിലോമീറ്റർ വേഗത കൂട്ടണം. 8 km/h ആണ് ഇവിടെ കൂട്ടേണ്ടത്. 48 - 40, 8 km/h കൂട്ടണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. അബു രാവിലെ 7 മണിക്ക് ബസ്സിൽ കയറി. സാധാരണയായി ബസ് ശരാശരി 30 km/h വേഗതയിൽ സഞ്ചരിച്ച് 11 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താറുണ്ട്. എന്നാൽ മഴ കാരണം ബസ് ശരാശരി 20 km/h വേഗത്തിലാണ് സഞ്ചരിച്ചത്. അബു 9 മണിക്ക് ബസ്സിൽ നിന്നിറങ്ങി ഒരു കാറിൽ 11 മണിക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. എങ്കിൽ കാറിൻ്റെ ശരാശരി വേഗം എത്രയായിരുന്നു? അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്ര വലുതാണെങ്കിലും ഇതിൽ ഓരോ പാരാമീറ്റർ എഴുതുമ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതേ ഉണ്ടോ, അബു രാവിലെ 7 മണിക്ക് ബസ്സിൽ കയറിയിട്ട് 11 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താറാണ് പതിവ്. 7 മണിക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ 11 മണിക്ക് എവിടെ എത്താം? റെയിൽവേ സ്റ്റേഷനിൽ എത്താം. അതായത് അപ്പോൾ എത്ര സമയം എടുത്തു? 7 മണിക്ക് കയറി 11 മണിക്ക് എത്തി എന്ന് പറഞ്ഞാൽ 8, 9, 10, 11 4 മണിക്കൂർ കൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. 4 മണിക്കൂർ കൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. എത്ര സ്പീഡിൽ പോയാൽ? 30 km/h പോയാൽ. 30 km/h പോയാൽ. അപ്പോൾ ഈ ഒരു ബസ്സിലാണ് പോവാറ്. ബസ്സിൽ 4 മണിക്കൂർ എടുത്തിട്ട് 30 km/h പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടുന്ന് കണ്ടുപിടിക്കാമല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ എത്താനുള്ള സമയവും തന്നിട്ടുണ്ട്, ആ സ്പീഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? S × T. S എന്ന് പറയുന്നത് 30 ആണ്, T എന്ന് പറയുന്നത് 4 ആണ്. അതായത് 120 കിലോമീറ്റർ ആണ് അബുവിൻ്റെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം. 120 കിലോമീറ്റർ. അതവിടെ നിൽക്കട്ടെ. ഇനി പറയാണ്, മഴ കാരണം ബസ് ശരാശരി 20 km/h വേഗതയിലാണ് സഞ്ചരിച്ചത്. സാധാരണ 30 കിലോമീറ്ററിൽ സഞ്ചരിക്കുന്ന ബസ് 20 km/h വേഗതയിലാണ് സഞ്ചരിച്ചത്. അപ്പം ബസ്സിൻ്റെ സ്പീഡ് 20 km/h ആയിരുന്നു. ഓക്കെ, അപ്പോൾ അബു എന്താ ചെയ്തേ? 9 മണിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി. 7 മണിക്ക് തന്നെയാണ് കയറുന്നത്. ഇതേ സമയത്ത് കയറി 7 മണിക്ക് ബസ്സിൽ കയറിയിട്ട് 20 km/h വേഗത. അപ്പോൾ വേഗത കുറവാണെന്ന് കണ്ടപ്പോൾ 9 മണിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി. കണ്ടോ? അപ്പോൾ 7 മണിക്ക് കയറി 9 മണിക്ക് ഇറങ്ങി. അതായത് 2 മണിക്കൂറാണ് ബസ്സിൽ യാത്ര ചെയ്തത്. 2 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്തു. അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ബസ്സിൽ എത്ര ദൂരം യാത്ര ചെയ്തു? ബസ്സിൽ യാത്ര ചെയ്തത് 20 km/h വേഗതയിൽ 2 മണിക്കൂറാണ്. അതായത് സ്പീഡ് ഇൻറ്റു ടൈം 20 × 2, അതായത് 40 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കാറിൽ കയറിയിട്ട് 11 മണിക്ക് തന്നെ സ്റ്റേഷനിലെത്തി. അപ്പോൾ 9 മണി തൊട്ട് 11 മണി വരെ 9 മണി തൊട്ട് 11 മണി വരെ കാറിലാണ് യാത്ര ചെയ്തത്. ആ 2 മണിക്കൂർ. അപ്പോൾ കാറിലാണ് ആ 2 മണിക്കൂർ യാത്ര ചെയ്തത്. അത് എത്ര ദൂരം നമ്മൾ യാത്ര ചെയ്യണം? 11 മണിക്ക് എത്തണം. എവിടെ? റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് 120 കിലോമീറ്റർ ആണ്.
ആ 120 കിലോമീറ്ററിൽ 40 കിലോമീറ്റർ നമ്മൾ ഓൾറെഡി കവറായി, ബസ്സിൽ വന്നിട്ടുണ്ട് 40 കിലോമീറ്റർ. ബാക്കി 80 കിലോമീറ്റർ ആണ് നമ്മൾ ഈ കാറിൽ പോകേണ്ടത്. ബാക്കി 80 കിലോമീറ്റർ ആണ് നമുക്ക് കാറിൽ കവർ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് കണ്ടോ, അപ്പോൾ അബു രാവിലെ 7 മണിക്ക് ഇറങ്ങിയിട്ട് 11 മണിക്ക് സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ എത്താറുണ്ട്. അതായത് 4 മണിക്കൂർ കൊണ്ട് എത്താറുണ്ട്. പക്ഷേ ബസ്സിൻ്റെ സ്പീഡ് 30 km/h ആയിരുന്നെങ്കിൽ, അപ്പോൾ അതിനർത്ഥം എന്താ, റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത്രയും ദൂരം ഉണ്ടെന്നാണ്, 120 കിലോമീറ്റർ ഉണ്ടെന്നാണ്. പക്ഷെ അന്നത്തെ ദിവസം മഴയായതുകൊണ്ട് ബസ് സ്പീഡ് കുറച്ചിട്ടാണ് പോയത്, 20 km/h പോയത്. അപ്പോൾ ബസ്സിന് സ്പീഡ് കുറവാണെന്ന് കണ്ടപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബസ്സിൽ നിന്ന് അബു ഇറങ്ങി. 7 മണിക്ക് പോയിട്ട് 9 മണി വരെ മാത്രമേ ഈ ബസ്സിൽ യാത്ര ചെയ്തുള്ളൂ. 2 മണിക്കൂർ മാത്രമേ ബസ്സിൽ യാത്ര ചെയ്തുള്ളൂ. അപ്പോൾ നമുക്ക് ബസ്സിൽ യാത്ര ചെയ്ത സമയം കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ബസ്സിൻ്റെ സ്പീഡും ആ സമയം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇത്രയും ദൂരം ബസ്സിൽ കവർ ചെയ്തു. ഇനി ബാക്കിയുള്ള ദൂരം, ബാക്കി ദൂരം എത്രയാ, 120 കിലോമീറ്റർ ടോട്ടൽ. അതിൽ 40 ദൂരം കവർ ചെയ്തു, ബാക്കി എത്രയാ, 80 കിലോമീറ്റർ. ഈ 80 കിലോമീറ്റർ അബു പോയത് കാറിലാണ്. ആ 80 കിലോമീറ്റർ കാറിൽ 2 മണിക്കൂർ കൊണ്ട് എത്തി. ഇത് നമുക്ക് എങ്ങനെ കിട്ടിയത്, ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ. 9 മണിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങിയെങ്കിലും 11 മണിക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അതിനർത്ഥം 10, 11 ആ 2 മണിക്കൂർ കൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 2 മണിക്കൂർ കൊണ്ട് തന്നെ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കാറിൻ്റെ വേഗത കാണാൻ എന്ത് ചെയ്താൽ മതി, ആ കാറിൻ്റെ വേഗത എന്ന് പറയുന്നത് കാറ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ബൈ കാറ് ട്രാവൽ ചെയ്ത സമയം, 80/2 എത്രയാ, 40 km/h. 40 km/h വേഗതയിൽ വേണം ആര് പോവാൻ, അബു പോവാനായിട്ട്, കാറിൽ പോയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് ഇതിൽ ഓരോ പാരാമീറ്റർ എടുത്ത് എഴുതുക. ആ പാരാമീറ്ററിന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് കണ്ടോ, ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ 30 km/h വേഗതയിലും 30 km/h വേഗതയിലും, ഇനി എന്താണ് അടുത്ത 120 കിലോമീറ്റർ, ഇവിടുന്ന് ബാക്കിയുള്ള 120 കിലോമീറ്റർ തന്നെയാണ്, 120 കിലോമീറ്റർ 20 km/h വേഗതയിലുമാണ് സഞ്ചരിച്ചത്. അപ്പോൾ അവിടുത്തെ ശരാശരി വേഗതയാണ് നമ്മളോട് ചോദിക്കുന്നത്. ശരാശരി വേഗത കാണാനായിട്ട് ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ, സെയിം ഡിസ്റ്റൻസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നതെങ്കിൽ, സെയിം ഡിസ്റ്റൻസ് 2 ഡിഫറെൻറ്റ് സ്പീഡിൽ കവർ ചെയ്യുകയാണെങ്കിൽ ശരാശരി വേഗത കാണാൻ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ, 2xy / x + y. ഈ എക്സും വൈയും എന്താ, എക്സ് എന്ന് പറയുന്നത് ആദ്യം ട്രാവൽ ചെയ്ത വേഗത, വൈ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത വേഗത. ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫറൻസ് വേറെയാണെങ്കിൽ, അത് ഡിസ്റ്റൻസ് വേറെയാണെങ്കിൽ വേറെ ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് 2xy / x + y ചെയ്താൽ മതി. 2 × x എന്ന് പറയുന്നത് ഈ വേഗത, 30 × y എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 30 + 20. ഇത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. 2024 ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 × 30 × 20 / 50. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. 5 ഇവിടെ ആകുമ്പോൾ 4 എന്ന് വരും. 4 × 3 = 24. 24 എന്നുള്ളതാണ് ഇവിടുത്തെ വേഗത, 24 km/h. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇതേപോലെ ഇത് വേറൊരു ക്വസ്റ്റ്യൻ ഇതുണ്ടോ, പവിഴമലയിൽ നിന്ന് 360 കിലോമീറ്റർ അകലെയാണ് രത്നഗിരി. ഗോപികയും കുടുംബവും പവിഴമലയിൽ നിന്നും രത്നഗിരിയിലേക്ക് കാറിൽ പുറപ്പെട്ടു. അപ്പോൾ പവിഴമലയിൽ നിന്ന് രത്നഗിരിയിലേക്ക് കാറിൽ പുറപ്പെട്ടു. 60 km/h 60 km/h ആയിരുന്നു ശരാശരി വേഗത. ഇനി 40 km/h ആയിരുന്നു മടക്കയാത്ര, തിരിച്ച് രത്നഗിരിയിൽ നിന്ന് പവിഴമലയിലേക്ക്. അതായത് A to B എന്ന് എടുക്കുക. A to B 60 km/h B to A 40 km/h സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെയും എന്താ, ഡിസ്റ്റൻസ് സെയിം അല്ലേ, ഒരേ ഡിസ്റ്റൻസിൽ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കും ഡിസ്റ്റൻസ് അവിടെ സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിമും 2 സ്പീഡും ആണെങ്കിൽ ശരാശരി വേഗതയ്ക്ക് നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ 2xy / x + y ആണ്. അതായത് 2 × 60 × 40 ഡിവൈഡഡ് ബൈ 60 + 40 എന്ന് വരും. 2 × 60 × 40 / 100 എന്നാണ് കിട്ടുക. അപ്പോൾ ഇത് നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കളയാം. 48 km/h എന്നാണ് ഇവിടെ ആൻസർ വരിക. 48 km/h.
ഓക്കെ. ഇനി ഇതേപോലെ തന്നെ നേരത്തെ കേസല്ല, ഡിസ്റ്റൻസ് സെയിം അല്ലാതെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടോ, റഹീം 350 കിലോമീറ്റർ തീവണ്ടിയിൽ 350 കിലോമീറ്റർ തീവണ്ടിയിൽ പോയി. അത് കഴിഞ്ഞ് 150 കിലോമീറ്റർ ആണെങ്കിൽ ബസ്സിലുമാണ് പോയത്. അപ്പോൾ തീവണ്ടിയുടെ വേഗത 70 km/h ആണ്. ഓക്കെ. പക്ഷെ ബസ്സിന് വേറെ വേഗതയാണ്. അപ്പോൾ ബസ്സിൽ സഞ്ചരിച്ച ദൂരമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ബസ്സിൻ്റെ വേഗത തന്നിട്ടില്ല, ബസ്സിൽ സഞ്ചരിച്ച ദൂരം 5 മണിക്കൂറാണെന്ന് തന്നിട്ടുണ്ട്. ശരാശരി വേഗത കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശരാശരി വേഗത കാണാൻ നേരത്തെ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ഡിസ്റ്റൻസ് ഇവിടെ സെയിം അല്ല. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ സെയിം അല്ല. കാരണം ആദ്യത്തെ ഡിസ്റ്റൻസ് 350 കിലോമീറ്ററും രണ്ടാമത്തെ ഡിസ്റ്റൻസ് 150 കിലോമീറ്ററുമാണ്. രണ്ടും ഡിഫറെൻറ്റ് ഡിസ്റ്റൻസുകളാണ്. അപ്പോൾ അങ്ങനെ ഡിസ്റ്റൻസ് വേറെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ശരാശരി വേഗത കാണാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ വേഗത എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ്, ടോട്ടൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അത് എത്രയായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാലോ, 350 150. 350 + 150. ടോട്ടൽ ടൈം എത്രയാ? ഇവിടെ നിന്ന് ഇതുവരെയുള്ള ടൈം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ടൈം 5 മണിക്കൂറാണ്, അത് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ സമയം നമുക്കറിയില്ല. ഇവിടെ നിന്ന് ഇപ്പോൾ A തൊട്ട് B വരെയുള്ള സമയം നമുക്കറിയില്ല. B തൊട്ട് C വരെ ബസ്സിൽ പോയത് 5 മണിക്കൂറാണെന്ന് അവിടെ തന്നിട്ടുണ്ട്. A തൊട്ട് B വരെയുള്ള സമയം നമുക്ക് കണ്ടൂടെ? ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്, സ്പീഡും ഇവിടെ തന്നിട്ടുണ്ട്. ഇത് തീവണ്ടിയിൽ പോയ കാര്യം പറയണേ. തീവണ്ടിയിൽ A to B ഇത്ര ഡിസ്റ്റൻസ് ഇത്ര സ്പീഡിൽ പോയി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ മതി. അതായത് 350/70 ചെയ്താൽ മതി. അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 350 ആണെന്ന് തന്നിട്ടുണ്ട്, സ്പീഡ് 70 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ പോരെ? 350/70 ചെയ്താൽ മതി. അതായത് 5 മണിക്കൂർ. 5 മണിക്കൂർ എന്നാണ് കിട്ടുക. അതായത് A തൊട്ട് B വരെ പോകാനും 5 മണിക്കൂറാണ്. അപ്പോൾ ടോട്ടൽ ടൈം എത്രയാണ്? 5 + 5. അതായത് 350 + 150 എന്ന് പറഞ്ഞാൽ 500/10 എന്ന് വരും. അതായത് 50 km/h ആണ് അവിടുത്തെ ശരാശരി വേഗത. 50 km/h ആണ് അവിടുത്തെ ശരാശരി വേഗത എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കിട്ടിയത്? ഇവിടെ ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആയതുകൊണ്ടാണ്. ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആയാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം വേണം എടുക്കാനായിട്ട്. ഓക്കെ. ഇനി ഒരു തീവണ്ടി 36 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. സ്പീഡ് ഇവിടെ തന്നേക്കാണ് 36 km/h. ഇനി അത് 3 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാ ചോദിക്കണേ. 3 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? സ്പീഡ് 36 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ, ഇതിൻ്റെ അർത്ഥം ഇതാണ് കേട്ടോ, 1 മണിക്കൂറിൽ 36 കിലോമീറ്റർ ഇത് സഞ്ചരിക്കുന്നുണ്ട്. കണ്ടോ, 1 മണിക്കൂറിൽ 36 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മളോട് മിനിറ്റിൻ്റെ കാര്യം ചോദിച്ചേക്കണേ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അതായത് ഇത് നമുക്ക് എവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 മണിക്കൂറിൽ ഇത് 36 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? അതായത് 60 മിനിറ്റിലാണ് ഇത് 36 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നത്. 60 മിനിറ്റിൽ 36 കിലോമീറ്റർ ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? 3 മിനിറ്റിൽ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 60 മിനിറ്റിൽ 36, 3 മിനിറ്റിൽ എത്ര? ഒന്നും ചെയ്യേണ്ട, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് എക്സ് ആയിട്ട് എടുക്കുക, നമുക്കറിയില്ലല്ലോ. എക്സ് ക്രോസ് ചെയ്യുക. അപ്പോൾ എന്തോരും? 60 × x = 36 × 3. x = 36 × 3/60. ഉണ്ടോ? 36 × 3/60 എന്ന് വരും. അപ്പം 3ഉം 60ൽ 20 തവണ പോവും. ഇത് 2 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 10, ഇവിടെയാണെങ്കിൽ 18. അപ്പം എന്താ വരിക? 18/10 എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് നീക്കി, അതായത് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ മതി. 1.8 കിലോമീറ്റർ. 1.8 കിലോമീറ്റർ എന്ന് വരും. ഇതെങ്ങനെയാണ് കിട്ടിയത്? നമുക്ക് എത്ര km/h ആണോ തന്നിട്ടുള്ളത് അത് ഉദ്ദേശിക്കുന്നത് 1 മണിക്കൂറിൽ 1 ഹവറിൽ 36 കിലോമീറ്റർ എന്നാണ്. 1 ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അതായത് 60 മിനിറ്റിൽ 36 കിലോമീറ്റർ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 3 മിനിറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി
180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരു പോസ്റ്റ് കടന്നു പോകാൻ 9 സെക്കൻഡ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ വേഗത. സിമ്പിളാണ്. തീവണ്ടിയുടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതായത് നീളം തന്നിട്ടുണ്ട് 180 മീറ്റർ ആണ്, ടൈം തന്നിട്ടുണ്ട് 9 സെക്കൻഡ് ആണ്. ഒരു പോസ്റ്റിനെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ആ നീളം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇത്രയാണ്. അപ്പോൾ പോസ്റ്റ് തീവണ്ടിയെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ നീളം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രെയിനിൻ്റെ നീളം മാത്രം എടുത്താൽ മതി, 180 മീറ്റർ. ടൈം 9 സെക്കൻഡാണ് തന്നിട്ടുണ്ട്. സ്പീഡാണ് ചോദിച്ചിട്ടില്ലേ. സ്പീഡ് കാണാൻ എന്താ, ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് 180 മീറ്റർ ബൈ 9 സെക്കൻഡ് എത്ര വരും, 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് വരിക. കാരണം ഒരെണ്ണം മീറ്ററിലും ഒരെണ്ണം സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരിക, 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 125 മീറ്റർ നീളമുള്ള തീവണ്ടി 90 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 175 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ. അപ്പോൾ ഇവിടെ നേരത്തെ കേസ് അതൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ കടന്നു പോകാനുള്ള കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കടന്നു പോകുന്നത് ഒരു നീളമുള്ള ഒരു വസ്തുവിനെയാണ്. അപ്പോൾ ഒരു നീളമുള്ള വസ്തുവിനെ കടന്നു പോകുമ്പോൾ അതിൻ്റെ നീളം നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, നീളമുള്ളൊരു വസ്തുവിനെ കടന്നു പോകുമ്പോൾ അതിൻ്റെ നീളം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ തീവണ്ടിയുടെ നീളം എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 125 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ, ആ പാലത്തിൻ്റെ നീളം എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 175 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നീളം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തത് വേണം നമ്മൾ എടുക്കാൻ. രണ്ടാളുടെ നീളവും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ എത്ര വരും, 300 മീറ്റർ എന്ന് വരും. ഡിസ്റ്റൻസ് 300 മീറ്റർ ആണ്. ആ തീവണ്ടിയുടെ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ് തന്നിട്ടുള്ളത്, 90 കിലോമീറ്റർ പെർ അവർ എന്നാണ് തന്നിട്ടുള്ളത്. നമ്മളോട് ടൈം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ യൂണിറ്റും ഒരുപോലെ ആയിരിക്കണം. കണ്ടോ, ഇത് മീറ്ററിലാണ് തന്നിട്ടുള്ളത്, ഇത് കിലോമീറ്റർ പെർ അവറിലാണ് തന്നിട്ടുള്ളത്. അങ്ങനെ പാടില്ല. ഒന്നില്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ മീറ്ററാണ് തന്നിട്ടില്ലെങ്കിൽ ഇത് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കണം. ഇവിടെ മീറ്റർ ആണെങ്കിൽ ഇവിടെയും മീറ്റർ ആയിരിക്കണം. അതായത് കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. വലുതിനെ ചെറുതാക്കുമ്പോൾ, ഞാൻ പറഞ്ഞു വലുതിനെ ചെറുതാക്കുമ്പോൾ ചെറിയ നമ്പർ കൊണ്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5/18 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതായത് ഇതിനെ നമ്മൾ 90നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും, ഇവിടെ 2 തവണ, ഇവിടെ 10, അതായത് 5, 25 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് ആൻസർ വരിക. 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്കിവിടെ ഡിസ്റ്റൻസ് കിട്ടി. ഇനി ഇവിടെ ടൈം കാണാം. ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 300/25. 5 വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ എത്ര വരും നമുക്ക്, 12 സെക്കൻഡ് എന്നാണ് ആൻസർ വരിക. 12 സെക്കൻഡ്. അപ്പോൾ അവിടെ എടുത്ത സമയം എത്രയാണ്, 12 സെക്കൻഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇതിൻ്റെ ആ യൂണിറ്റ് അതൊക്കെ ഒന്ന് നമ്മൾ ഒരുപോലെ ആക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കാറ് 15 മിനിറ്റ് സമയം 36 കിലോമീറ്റർ പെർ അവർ ശരാശരി വേഗതയിലും പിന്നീടുള്ള 15 മിനിറ്റ് 60 കിലോമീറ്റർ പെർ അവർ ശരാശരി വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. കാറ് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ ഒരു കാറ് 15 മിനിറ്റ് സമയം 36 കിലോമീറ്റർ പെർ വേഗതയിലാണ്. ഓക്കെ, 15 മിനിറ്റ് സമയം, ടൈം ഈക്വൽ ടു 15 മിനിറ്റ്. അപ്പോൾ അവിടുത്തെ വേഗത എന്ന് പറയുന്നത് 36 കിലോമീറ്റർ പെർ അവറാണ്. പിന്നീടുള്ള 15 മിനിറ്റ്, പിന്നീട് വരുന്ന 15 മിനിറ്റ് അത് 60 കിലോമീറ്റർ പെർ അവർ വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. അപ്പം ആകെ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണാൻ ആദ്യം ഇവിടുത്തെ ദൂരവും കാണണം, ഇവിടുത്തെ ദൂരവും കാണണം. ഇവിടുത്തെ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഓക്കെ, സ്പീഡ് ഇൻറ്റു ടൈം. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്താ, കണ്ടോ, ഇവിടെ കിലോമീറ്റർ പെർ അവറിലും ഇവിടെ മിനിറ്റിലുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമ്മൾ മാറ്റുക. മിനിറ്റിനെ മാറ്റണമെങ്കിൽ മിനിറ്റിനെ മാറ്റാം, കിലോമീറ്റർ പെർ അവറിനെ മാറ്റണമെങ്കിൽ അതിനെയും മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താ, കിലോമീറ്ററിലാണ് നമ്മൾ ആൻസർ കാണുന്നതെങ്കിൽ ഈ മിനിറ്റിനെ നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റുക. മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റുക. അതായത് സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ 36 ആണ്. ഇൻറ്റു 15 മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ എന്താ ചെയ്യുക, മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 60 ആണ്. ഡിവൈഡഡ് ബൈ 60. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വരും, 6 തവണ, ഇവിടെ 10 തവണ എന്ന് വരും. ഇതിൽ 2, 5, ഇവിടെ 3, ഇവിടെയാണെങ്കിൽ
3 തവണ 9 കിലോമീറ്റർ എന്നാണ് കിട്ടുക. ഇവിടുത്തെ ഡിസ്റ്റൻസ് നമുക്ക് 9 കിലോമീറ്റർ എന്ന് കിട്ടും. ഇതിപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്താലും അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ കിലോമീറ്ററിലാണ് കാണുന്നത്. കിലോമീറ്ററിൽ കാണുകയാണെങ്കിൽ ഞാൻ മിനിറ്റിനെ ഇവിടെ മാറ്റണം. ഓക്കെ, ഒന്നില്ലെങ്കിൽ മിനിറ്റിനെ മണിക്കൂറിലേക്ക് ആക്കുക, അല്ലെങ്കിൽ ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുക. ഏതായാലും കുഴപ്പമില്ല, ഒരേപോലെ യൂണിറ്റ് വരണം. കണ്ടോ, ഇവിടെ മിനിറ്റാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ മീറ്റർ പെർ സെക്കൻഡിൽ വരണം. ഇവിടെ മിനിറ്റാണ് എടുക്കണമെങ്കിൽ ഇവിടെ മീറ്റർ പെർ സെക്കൻഡിൽ വരണം. ഇവിടെ മീറ്റർ പെർ അതായത് നമുക്കിവിടെ കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ഇത്രയല്ലേ ഉള്ളൂ. ഇവിടെ പക്ഷേ സെക്കൻഡിലല്ല, മിനിറ്റിലാണ് സമയം തന്നിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ 2 തവണ മാറ്റേണ്ടി വരും. ഞാൻ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ ടൈമിനെയും ഞാൻ എന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പം അങ്ങനെ ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ കിലോമീറ്റർ പെർ അവറിലാണ് കിടക്കണേ. ഈ മിനിറ്റിനെ അപ്പോൾ നമ്മൾ എന്തിലേക്ക് മാറ്റിയാൽ മതി? അവറിലേക്ക് മാറ്റിയാൽ മതി. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തത്, ഈ മിനിറ്റിനെ അവറിലേക്ക് മാറ്റി. ഓക്കെ, ഇവിടെയാണെങ്കിലും അതേപോലെ തന്നെ എന്താണ് അപ്പോൾ ഇവിടെ വരിക? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. അതായത് 60 ഇൻറ്റു ഈ മിനിറ്റിനെ അവറിലേക്ക് മാറ്റുക, 15/60 എന്ന് വരും. 60 ഇൻറ്റു 15/60 എന്ന് പറഞ്ഞാൽ 15 കിലോമീറ്റർ. 15 കിലോമീറ്റർ എന്നാണ് വരിക. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9 + 15 24 കിലോമീറ്റർ. 24 കിലോമീറ്റർ എന്ന് വരും. ഇവിടെ പറഞ്ഞ് മനസ്സിലായിരിക്കണം. അതായത് ടൈം എന്ന് പറയുന്നത് ഇവിടെ 15 മിനിറ്റിലല്ലേ കിടക്കുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് 36 കിലോമീറ്റർ പെർ അവറിലുമാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ ഇവിടെ അവറിലാണ്, ഇവിടെ മിനിറ്റിലാണ്. അപ്പോൾ ഈ മിനിറ്റിനെ നമ്മൾ എന്തിലേക്ക് മാറ്റിയാൽ മതി? അവറിലേക്ക് മാറ്റിയാൽ മതി. അതാണ് കുറച്ചും കൂടെ എളുപ്പം. ഇനി രാമുവും സലീമും അയൽക്കാരാണ്. 2 പേരും തിരുവനന്തപുരത്തേക്ക് സ്വന്തം വാഹനങ്ങളിലാണ് യാത്ര ചെയ്തത്. രാമുവിൻ്റെ കാറ് തിരുവനന്തപുരത്തേക്ക് പോകുവാൻ 30 കിലോമീറ്റർ പെർ അവർ ശരാശരി വേഗത്തിലും തിരിച്ച് 50 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. സലീമിൻ്റെ ആണെങ്കിൽ 2 ഭാഗത്തേക്കും ശരാശരി 40 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലാണ് യാത്ര ചെയ്തത്. 2 പേരും ഒരേ ദൂരമാണ് യാത്ര ചെയ്തതെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്ത ആൾ ആരാണെന്നാണ് ചോദിക്കണേ. വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും സിമ്പിളായിട്ട് ഇവിടെ നമുക്ക് ചെയ്യാം. 2 പേരാണ് യാത്ര പോകുന്നത്, രാമുവും പിന്നെ ആരാണ്? സലീമുമാണ് ഇവിടെ പോകുന്നത് അല്ലേ. അപ്പം രാമു തൻ്റെ കാറിൽ തിരുവനന്തപുരത്തേക്ക് പോകണം. 2 പേരും ഒരേ ഡിസ്റ്റൻസാണ്, ആളുടെ സ്ഥലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്. ഇയാളും അതെ സെയിം ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സെയിം ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. എക്സ് ഡിസ്റ്റൻസ്, ഇവിടെയും എക്സ് ഡിസ്റ്റൻസ്. അപ്പോൾ രാമു ആണെങ്കിൽ അങ്ങോട്ടേക്ക് 30 കിലോമീറ്ററും തിരിച്ച് 50 കിലോമീറ്ററും. കണ്ടോ, ഇങ്ങോട്ടേക്ക് പോയത് 30 കിലോമീറ്റർ പെർ അവറിലും തിരിച്ച് 50 കിലോമീറ്റർ പെർ അവറിലുമാണ് പോയത്. സലീം ആണെങ്കിൽ അങ്ങോട്ടേക്കും 40 കിലോമീറ്റർ പെർ അവർ തിരിച്ചും 40 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അപ്പോൾ ഒരേ ദൂരമല്ലേ ഇത്. ഇവിടെ ശരാശരി വേഗത നമുക്ക് കണ്ടുകൂടെ? ഓരോ സ്ഥലത്തും ശരാശരി വേഗത കാണാം. ഇങ്ങനെ എന്താണ് ഇവിടെ ഡിസ്റ്റൻസ് സെയിമാണ്. ഒരേ ഡിസ്റ്റൻസ് ഡിഫറൻറ്റ് സ്പീഡിലാണ് പോകുന്നത്. കണ്ടോ, ഡിസ്റ്റൻസ് സെയിം, ഒരേ ഡിസ്റ്റൻസ് ഡിഫറൻറ്റ് സ്പീഡിൽ പോയാൽ ഇവിടുത്തെ ശരാശരി വേഗത എത്രയായിരിക്കും? ശരാശരി വേഗത എന്ന് പറയുന്നത് 2xy / x + y, നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എന്ത് വരും? 2 × 30 × 50 ഡിവൈഡഡ് ബൈ 30 + 50 എന്ന് പറഞ്ഞാൽ 80 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതും കട്ട് ചെയ്ത് പോയി 8, ഇവിടെ 4 തവണ പോവും. 4 നമുക്ക് 2 15 എന്ന് വരും. 15 × 5/2. 15 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 25 75 എന്ന് വരും. 75/2. 75/2 എന്നാണ് ഇവിടുത്തെ ശരാശരി വേഗത വരിക. 75/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? വേണമെങ്കിൽ വെട്ടിക്കളയാം. 37.5 എന്ന് വരും. ഓക്കെ, 37.5 കിലോമീറ്റർ പെർ അവർ എന്നാണ് ഇവിടുത്തെ ശരാശരി വേഗത. അതേപോലെ സലീമിൻ്റെ കാണുമ്പോഴോ, സലീമിൻ്റെ ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ അതേ ഇക്വേഷൻ തന്നെ. 2xy / 2 × 40 × 40 ഡിവൈഡഡ് ബൈ 40 + 40, അതായത് 80. 80 വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? ഇവിടെ 2, 40 എന്നാണ് ആൻസർ വരിക. 40 കിലോമീറ്റർ പെർ അവർ. ഇവിടെ നമുക്ക് 40 കിലോമീറ്റർ പെർ അവർ എന്നും കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കുറഞ്ഞ സമയം കൊണ്ട് ആരാണ് പോവാന്നാണ്. അപ്പോൾ ഇവിടുത്തെ സമയം എത്രയാണ്? ഇവിടുത്തെ ഈ ശരാശരി വേഗത തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് എക്സ് ആണ്, സമയം വേഗത ഇത്രയുമാണ്. രാമുവിൻ്റെ കേസിൽ ഡിസ്റ്റൻസ് എക്സ് ആണ്, അവിടുത്തെ വേഗത എത്രയാണ് കിട്ടിയത്? 37.5 ആണ്. സലീമിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്? ഡിസ്റ്റൻസ് എക്സ് ആണ്, സ്പീഡ് എന്ന് പറയുന്നത് 40 ആണ്.
അപ്പോൾ ഇവിടെ എത്ര ടൈം എടുത്തിട്ടുണ്ടാവും? ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അതായത് എക്സ് ബൈ 37.5. ഇവിടുത്തെ ടൈം ആണെങ്കിൽ എക്സ് ബൈ 40. ഓക്കെ, ഇതിൽ ഏതാണ് കുറവ്, ഏതാണ് കൂടുതൽ, ആരാണ് വേഗത്തിൽ എത്തിയിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കണേ. ഓക്കെ, ഡിനോമിനേറ്റർ ചെറുതായി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ന്യൂമറേറ്റർ രണ്ടുപേരുടെയും സെയിമാണ്. ഡിനോമിനേറ്റർ ചെറുതായാൽ ഈ വാല്യൂ വലുതാവും. ഓക്കെ, ഡിനോമിനേറ്റർ ചെറുതായാൽ താഴെ ഭാഗം ഛേദം ചെറുതാണെങ്കിൽ മൊത്തത്തിലുള്ള വാല്യൂ വലുതാണ്. ഓക്കെ, അപ്പോൾ ഈ രാമുവിൻ്റെ TR എന്ന് കൊടുക്കാം, ഇവിടെ സലീമിൻ്റെ TS എന്ന് കൊടുക്കാം. ഈ TRൻ്റെ വാല്യൂ TSനേക്കാൾ കൂടുതലാണ്. TRൻ്റെ വാല്യൂ TSനേക്കാളും കൂടുതലാണ്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്തത് ആരായിരിക്കും? സലീമായിരിക്കും. കണ്ടോ, സലീമിൻ്റെ ടൈമാണ് കുറവ്. രാമു കുറേ സമയം എടുക്കുന്നുണ്ട്, രാമു സലീമിനേക്കാൾ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്യുന്നത് ആരാ? സലീമാണ് ഇവിടെ കുറഞ്ഞ സമയം കൊണ്ട്. അത് നോക്കുക നിങ്ങൾ, അത് കണ്ടോ, ഡിനോമിനേറ്റർ ചെറുതായാൽ ഈ മൊത്തത്തിലുള്ള വാല്യൂ വലുതാവും. അപ്പോൾ ഇവിടെയാണ് ഡിനോമിനേറ്റർ ചെറുത്, അതിനർത്ഥം രാമു കുറേ സമയം എടുക്കണമെന്നാണ്. രാമുവിൻ്റെ സമയം കൂടുതലാണ്, സലീമിൻ്റെ സമയം കുറവാണ്. അപ്പോൾ സമയം കുറവുള്ള ആൾ സലീമാണ് വേഗത്തിലെത്തുക. ഓക്കെ, സലീമാണ് അവിടെ വേഗത്തിലെത്തുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. ഒരേ ദിശയിൽ സമാന്തര ട്രാക്കുകളിൽ സഞ്ചരിക്കുന്ന 2 തീവണ്ടികളുടെ വേഗത 50 കിലോമീറ്ററും 100 കിലോമീറ്ററുമാണ്. ആദ്യ തീവണ്ടി പുറപ്പെട്ട് 2 മണിക്കൂറിന് ശേഷമാണ് രണ്ടാമത്തെ തീവണ്ടി പുറപ്പെട്ടത്. എത്ര ദൂരം കഴിയുമ്പോഴാണ് 2 തീവണ്ടികളും ഒപ്പം എത്തുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താ, ഒരു തീവണ്ടി ഇതേ ഇങ്ങോട്ടേക്ക് പോകുന്നു, ഒരാൾ ഒരേ ദിശയിലാണ്, ഒരാൾ ഇതേ ഇങ്ങോട്ടേക്ക് പോകുന്നു 50 km/hലും മറ്റേ ആൾ 100 km/hലുമാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 തീവണ്ടികളുടെ വേഗത തന്നു. ആദ്യ തീവണ്ടി പുറപ്പെട്ട് 2 മണിക്കൂറിന് ശേഷമാണ് രണ്ടാമത്തെ തീവണ്ടി പുറപ്പെട്ടത്. അതായത് അപ്പോൾ അവിടുത്തെ ടൈം ഡിഫറൻസ് 2 മണിക്കൂറാണെന്ന് തന്നിട്ടുണ്ട്. അപ്പം മുന്നത്തെ ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 2 സ്പീഡും ടൈം ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യാം? അവിടുത്തെ ഡിസ്റ്റൻസ് കാണാൻ S1S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു TD. 2 ഡിസ്റ്റൻസുകളും ഒരു ടൈം ഡിഫറൻസും അവർക്കിടയിലുള്ള ടൈം ഡിഫറൻസും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് കാണാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ S1 S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 2 വേഗത, ഇത് S1 ഇത് S2 ആയിട്ട് എടുക്കുക, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ S1 S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 × 100 ഡിവൈഡഡ് ബൈ, ആ ഡിഫറൻസ് എടുക്കാനാണ് പറയണേ. ഇവിടെ നെഗറ്റീവ് വാല്യൂ ഒന്നും എടുക്കണ്ട. 50 - 100 എന്ന് പറഞ്ഞാൽ -50 എന്ന് വരിക, അങ്ങനെ നോക്കണ്ട, അവരുടെ ആ ഡിഫറൻസ് എടുത്താൽ മതി. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് എടുക്കുക. ഡിഫറൻസ് എത്ര വരും? 50 എന്ന് വരും. ടൈം ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ നമുക്ക് എത്ര ആൻസർ വന്നു? 100 × 2 200 കിലോമീറ്റർ. 200 കിലോമീറ്ററിലാണ് ഈ 2 തീവണ്ടികളും ഒപ്പം എത്തുക. 2 തീവണ്ടികൾ ഒപ്പം എത്തുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 200 കിലോമീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ മുമ്പിട്ടുള്ള ആ വീഡിയോ കൂടെ കാണുക. ഈ SCERTയുടെ ഈ ക്വസ്റ്റ്യൻസും എല്ലാം പഠിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.